ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ മലയാള സെക്കൻഡ് പരീക്ഷയ്ക്ക് മോഡൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, നിങ്ങൾ കാത്തിരുന്ന ആ പ്രഡിക്ഷൻ ചോദ്യ സെക്ഷനിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. നമുക്കറിയാം, ആകെ 10 പാഠഭാഗങ്ങളാണ് മലയാള സെക്കൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആ 10 പാഠഭാഗങ്ങളിൽ നിന്ന് മുൻകാലങ്ങളുടെ ചോദ്യപേപ്പറുകൾ പരിശോധന നടത്തിയിട്ട് ഈ പരീക്ഷയ്ക്ക് മോഡൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്തോളുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ദേ പിടിച്ചോളുക. ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും സ്നേഹത്തിന് ഒട്ടും ദാരിദ്ര്യമില്ലാത്തവരാണ് പ്ലാവിലക്കഞ്ഞി നോവൽ ഭാഗത്തെ കഥാപാത്രങ്ങൾ. ഉചിതമായ സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും സ്നേഹത്തിന് ഒട്ടും ദാരിദ്ര്യമില്ലാത്തവരാണ് പ്ലാവിലക്കഞ്ഞി നോവൽ ഭാഗത്തെ കഥാപാത്രങ്ങൾ. ഉചിതമായ സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. സെറ്റല്ലേ? ഉത്തരം നമ്മൾ ഇന്നലത്തെ ലൈവിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി നടക്കുന്ന 7 മണിന്റെ 8:30 ലൈവിനകത്തും ചെയ്യുന്നുണ്ട്, ഈ സാധനം പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്തോളുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്തിലെ അമ്മ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം തയ്യാറാക്കുക. ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്തിലെ അമ്മ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം, സവിശേഷതകൾ കൃത്യമായിട്ട് ലൈവിനകത്ത് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ നടത്തുന്ന യാത്ര മകന്റെ മുൻകാല ജീവിതകാല അനുഭവങ്ങളിലേക്കുള്ള യാത്ര കൂടിയാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ നടത്തുന്ന യാത്ര മകന്റെ മുൻകാല ജീവിതകാല അനുഭവങ്ങളിലേക്കുള്ള യാത്ര കൂടിയാണ്. മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി ഓരോ ഇടങ്ങളിൽ എത്തുന്ന സമയത്ത് ഓരോ ഓർമ്മകളിലേക്ക് പോകുന്നുണ്ട്. ആ ഇടങ്ങളും ഓർമ്മകളും എഴുതി വെക്കുക. ഉത്തരത്തിന്റെ കറക്റ്റ് സ്ട്രക്ചർ നമ്മൾ ഇന്നലത്തെ ലൈവിലും പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ലൈവിൽ പറയാൻ പോകുന്നുണ്ട്. ഉത്തരം സെറ്റാക്കി വെച്ചോളുക. വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. ഈ ആശയത്തെ സമർത്ഥിക്കുക. വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ് എന്ന ഈ ആശയത്തെ സമർത്ഥിക്കുക. എന്തുകൊണ്ടാണ് മാവിനെ വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമാണ് എന്ന് AP ഉദയഭാൻ അഭിപ്രായപ്പെടാനുള്ള കാരണം? ഉത്തരം ലൈവിനകത്ത് നോക്കിക്കൊള്ളുക. നിങ്ങൾ സെറ്റാക്കി വെച്ചോളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള ദേശം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ആരൊക്കെയാണെന്നാണ് ഓണമുറ്റത്ത് എന്ന കവിതയിൽ പറയുന്നത്? മലയാള ദേശം മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് ആരൊക്കെയാണ്? പ്രകൃതിയിലെ ചില ഘടകങ്ങളൊക്കെ മാവേലിയെ വരവേൽക്കാൻ നിൽക്കുന്നുണ്ട്. എങ്ങനെ വരവേൽക്കാൻ നിൽക്കുന്നു എന്നുകൂടി പറയുമ്പോൾ എന്ത് ചെയ്യും, ഉത്തരം പൂർത്തിയാവും. ലൈവ് ക്ലാസ് നോക്കിക്കൊള്ളുക. ഉത്തരം സെറ്റാക്കി വെച്ചോളുക. മകനെ മൂട് മറക്കരുത്. മത്തായിയുടെ അമ്മയുടെ ഈ വാക്കുകളുടെ പൊരുൾ എന്താണ്? മത്തായിയുടെ അമ്മ മത്തായിയോട് മകനെ മൂട് മറക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു? അതിനൊരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഉത്തരത്തിനകത്ത് പറയണം. ഇന്നലത്തെ ലൈവ് നോക്കുക, ഇന്ന് നടക്കുന്ന ലൈവിനകത്തേക്ക് എത്തിച്ചേരുക. ഉത്തരം സെറ്റാക്കിക്കൊള്ളുക. ദെൻ മതഭേദങ്ങളെ പറ്റി ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? വ്യത്യാസങ്ങളെ കുറിച്ച് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആശയമുണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. കുറിപ്പ് തയ്യാറാക്കുക. സെറ്റാണല്ലോ? ഇത്രയും ചോദ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കി വെച്ചോളുക. ഓക്കെ, റെഡിയല്ലേ? അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. താങ്ക് യു.